സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണ എൻ്റെ ഡ്രോയിങ് ബുക്കിലുള്ള പടങ്ങളാണ്, അതായത് ആർട്ട് ജേർണി. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വരച്ച എല്ലാ പടങ്ങളും കാണിക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ബുക്കിൽ ആദ്യം വരച്ച പടമാണ് വെനം. ഇത് ഞാൻ ക്രിസ്മസിന് വരച്ചതാണെന്ന് തോന്നുന്നു. ഒറ്റ ദിവസം ഞാൻ 2 പടം വരച്ച്. ഇതും പിന്നെ അടുത്ത പടം വരച്ചത് ഇതാണ്. അപ്പം ഞാൻ വരച്ച അടുത്ത പടം കാണിക്കാം. അടുത്ത പടമാണ് ഗോക്കുവും വെനവും ഞാൻ സെയിം ദിവസം വരച്ചതാണ്. ഇതെല്ലാം വരയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, പേജ് കയറിപ്പോയാൽ ശ്രദ്ധിച്ചാണ്. ഇതൊക്കെ വരയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ് ഗോജോനെ അറിയാമല്ലോ, ആനിം ഫാൻസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ് സോറോനെ അറിയാമായിരിക്കുമല്ലോ, മിക്കവർക്കും അറിയാം. വൺ പീസ് ആണ്. അനിം ഫാൻസ്, വൺ പീസ് ഒരു നല്ല അനിമാണ്, ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ് പെൻഗ്വിൻ കുട്ടൻ. ഈ പടമൊക്കെ എടുത്ത് പിൻട്രസ്റ്റ് എന്നൊരു വെബ്സൈറ്റിൽ നിന്നാണേ. ഈ വെബ്സൈറ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. പിന്നെ ഇത് അറിയാമല്ലോ, സൈതമ വൺ പഞ്ച് മാൻ. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി അടിച്ചതാണ്. നിങ്ങൾ ഹൗ ടു ഡ്രോ വൺ പഞ്ച് മാൻ എന്ന് അടിച്ചു നോക്കിയാൽ വരും. പിന്നെ ഞാൻ വരച്ച അടുത്ത പടമാണ് ലൂഫിനെ അറിയാമായിരിക്കുമല്ലോ, വൺ പീസ് തന്നെ. മിക്കവരും വൺ പീസാണ് കാണുന്നത്, അതുകൊണ്ടാണ് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയണം. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ് കക്കാശി. അപ്പം ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ബുക്കിലുണ്ടായിരുന്ന പടമാണ്. നടുറ്റ കാണുന്നവർക്ക് ആരാണ് ഇതെന്ന് മനസ്സിലായി കാണും. പിന്നെ ഇത് ഞാൻ കൂട്ടുകാരൻ്റെ ബുക്കിൽ നിന്ന് വരച്ചതാണ്. അതിൻ്റെ അകത്ത് കളറൊന്നും അടിച്ചിട്ടില്ലായിരുന്നു, ഞാൻ എൻ്റേതായ രീതിയിൽ കളർ അടിച്ചു ഔട്ട്ലൈൻ ഇട്ടിട്ട്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ കുപ്പിയാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ വെറുതെ ഇരിക്കുമല്ലോ ഒരിക്കലും, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അവൻ്റെ കുപ്പി നോക്കി അങ്ങ് വരച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഇത് ഞാൻ വരച്ചത് ചാർക്കോളും ഇറേസറും ഇട്ടാണ്. കണ്ട, ഞാൻ വേറൊരു വിരലിട്ട് കാണിച്ചു തരാം. കൈയിട്ട് വരച്ച് കാണിച്ചു തരാം. കണ്ട, വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ട കരി കണ്ട, അത് ചാർക്കോളാണ്. കണ്ട, കറുപ്പ് കളർ, അത് ചാർക്കോളാണ്. അപ്പം ഇത് നറുട്ടൻ്റെ പടമാണ്. ഇനി ഞാൻ അടുത്ത് വരച്ച പടമാണ് ചെമ്പരത്തിപ്പൂ. ഇത് കുപ്പി, ഇത് എനിക്ക് അറിഞ്ഞൂടാത്ത ഏതാ ഒരു സ്ഥലം. ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചാണ്. അറിഞ്ഞൂടാ, എൻ്റെ കൈ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അപ്പം ഇതാണ് ഞാൻ വരച്ച 3ാമത്തെ പടം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. കണ്ട, രംഗണ്ണനാണ്. ഇത് ഞാൻ ആവേശം ഇറങ്ങിയ സമയത്ത് വരച്ച ഒരു പടമാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി വരച്ചതാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രിഡ് ലൈൻ ഇട്ട് വരയ്ക്കാൻ പഠിച്ച പടം. ഫസ്റ്റ് ട്രൈ തന്നെ ഗംഭീരമായെന്ന് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ അടുത്ത പടത്തിൽ പോവാം. ഇതും ഞാൻ ഗ്രിഡ് ലൈൻ ഇട്ട് വരച്ചതാണ്, മാസ്റ്ററിലെ വിജയ്. ഈ പടം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്ത പടത്തിലോട്ടോ. ഇതും ഞാൻ കൈ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് വരച്ചതാണ്. ഇതേത് സ്ഥലമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലം. ഇതാരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ ഇത് വരച്ചിട്ട് അമ്മേനെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഇതാരാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം ഇതാരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതാണെന്ന് ഞാൻ വരച്ചൊരു തത്ത. ഇത് ഞാൻ ഗ്രിഡ് ലൈൻ ഇട്ട് വരച്ചൊരു പടമാണ്. ഞാനിത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഒരു ആപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്ത് എടുത്ത പടമാണ്. അടുത്തതായിട്ട് ഞാൻ വരച്ച പടമാണ് ഒരു അമേരിക്കൻ റോബിൻ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇത് ചായ, ഇത് നറൂട്ടോ, ഇത് ചാരിസാറിനെ അറിയാമായിരിക്കുമല്ലോ. ഈ പടങ്ങൾ ഞാൻ കാർട്ടൂണിങ് ക്ലബ് ഹൗ ടു ഡ്രാ എന്നൊരു ചാനലിൽ നിന്നാണ്. ചാനൽ നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം, അവർ നന്നായിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കും. ഇത് ഞാൻ ആ ചാനലിൽ നിന്ന് വരച്ചതാണ്. പിന്നെ ഇത് അറിയാമല്ലോ, പാമ്പ്. ഈ അടുത്ത പടവും ഞാൻ ആ ചാനലിൽ നിന്ന് തന്നെയാണ് വരച്ചത്.
ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ വെട്ടും കേരള. ഇതും ഞാൻ ചാനലിൽ നിന്ന് തന്നെ വരച്ചാണ്. മരത്താവള അറിയാമല്ലോ, മരത്താവള തന്നെ. ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു ബോൾ, ചുമ്മാ ഷെയ്ഡ് ചെയ്തൊരു ബോൾ, നോർമൽ ബോൾ. പിന്നെ ഈ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഹൈപ്പർ റിയലിസം ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കയറി നോക്കുക. ഞാനൊരു വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ്. ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? ആരാണെന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു ഇട്ടേക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പം ഇതും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു പടമാണ്. പെൻഗ്വിനും അറിയാമല്ലോ, നറൂട്ടോയും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത പടമാണ്. ഇതൊരു സുപ്ര കാർ, അറിയാമല്ലോ, സുപ്രയാണെന്ന് തോന്നൂലല്ലോ, ഒരു ഡ്രിഫ്റ്റ് ചെയ്യണ കാർ, അങ്ങനെ വിചാരിച്ചാൽ. അപ്പം ഞാൻ വരച്ച അടുത്ത പടമാണ് ഒന്നുമില്ലാത്ത പേജ്. വെറുതെ പറഞ്ഞതാ, പടമൊന്നുമില്ല. ഞാൻ ഇനി അടുത്ത പടം, എൻ്റെ അടുത്ത പ്രോജക്റ്റ് ചെയ്യാൻ പോണ ഈ പേജിലാണ്. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ താങ്ക് യു. അപ്പം അടുത്ത വീഡിയോയായി വേറൊരു ദിവസം കാണാം. അപ്പോഴത്തേക്ക് സ്റ്റേ ട്യൂൺഡ്. ബൈ.